ഞങ്ങൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പൂസ് പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത് കേട്ടോ. വലിയ വലിയ യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി എല്ലാ സാധനങ്ങളും വാരി വലിച്ചെടുക്കുന്ന അങ്ങനത്തെ ഒരു ഷോപ്പിംഗ് ഒന്നും അല്ല കേട്ടോ നമ്മുടെ ഒരു സാധാരണക്കാർ എങ്ങനെയായിരിക്കും ഷോപ്പ് ചെയ്യുക അതുപോലത്തെ ഒരു ഷോപ്പിംഗ് ആണ് കേട്ടോ. നമ്മളെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് അത്യാവശ്യത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ അപ്പൂസിന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പോയി ഷോപ്പ് ചെയ്യാൻ. ഇപ്പം എന്തായാലും നമ്മളെ കൊണ്ട് അതൊന്നും പറ്റില്ല. അങ്ങനെ പറ്റുന്നൊരു കാലം ഉണ്ടാകുമ്പോൾ എന്തായാലും അവർക്ക് നമ്മളത് ചെയ്തു കൊടുക്കുക. ലോട്ടറി അടിക്കണമെങ്കിൽ അതൊക്കെ സാധിക്കായിരുന്നു. സാധാരണക്കാർക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെങ്കിൽ അപ്പൂസ് പറഞ്ഞ പോലെ ലോട്ടറി അടിക്കുക തന്നെ വേണ്ടി വരില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഓട്ടോയുടെ ടയറൊക്കെ മാറ്റിയിട്ടാണ് പോയത്. നാളെ ഞങ്ങൾക്ക് ബത്തേരി പോകണം, അത് ഓട്ടോയിലാണ് പോകുന്നത്. അതുകൊണ്ട് പിന്നെ എന്തായാലും വേഗം ടയറൊക്കെ മാറാന്ന് വിചാരിച്ചേ. ടയറൊക്കെ മാറ്റുമ്പോഴേക്കും ഞാനും അപ്പൂസ് നല്ല രീതിയിൽ പോസ്റ്റ് ആയിട്ടോ അവിടെ. എൻ്റെ വീട്ടിൽ പോയാൽ എന്തായാലും മരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരാണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ തന്നെ പോവാറുള്ളൂ കേട്ടോ വീട്ടിലേക്ക് അധികവും. അങ്ങനെ എന്തായാലും ടയറൊക്കെ മാറിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് നേരെ ഞങ്ങൾ കക്കോടി ഒരു ഷോപ്പിലേക്ക് പോയി. സാധാരണ ഞങ്ങൾ SM സ്ട്രീറ്റിൽ പോയിട്ടാട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാറ്. ഇപ്രാവശ്യം പെരുന്നാൾ അടുപ്പിച്ചായതുകൊണ്ട് ടൗണിലേക്ക് അടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. അതുകൊണ്ട് പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും കക്കോടിയിൽ നിന്ന് വാങ്ങാം. ഇനി എന്തായാലും സമയമില്ലല്ലോ, ബത്തേരിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ വരുള്ളൂ, പിന്നെ വാങ്ങാനും സമയമൊന്നുമില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് വേഗം കക്കോടി പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞേ. ആ ഷോപ്പ് കയറിയപ്പോഴാണെങ്കിലോ ഫുള്ള് സ്കൂളത്തെ സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പൂസിനെല്ലാം കൂടി കണ്ടിട്ട് ഏതാ എടുക്കണ്ടേന്നുള്ള കൺഫ്യൂഷനിലായിരുന്നേ. കുറേ തിരഞ്ഞിട്ടാണ് ഒരു ബോക്സ് അവളെടുത്തത്. ഒരു 100 ബോക്സൊക്കെ അത് എടുത്ത് നോക്കിയിട്ടുണ്ടാവും. എന്നിട്ടാണ് അവൾ ഒരു ബോക്സ് സെലക്ട് ചെയ്തത്. ഏട്ടന് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏട്ടന് ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിലോ ഈ സ്പൈഡർമാൻ്റെ ഒക്കെ. അപ്പോൾ അവൾ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ഗേൾസിൻ്റെ അല്ല, അതൊക്കെ ബോയ്സിൻ്റെ ആണെന്ന് അവൾ ഏട്ടന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബോക്സ് തിരഞ്ഞിട്ട് കിട്ടാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ബുക്ക് പൊതിയുന്ന സാധനം പോയി നോക്കി. ബുക്ക് പൊതിയിൽ പിന്നെ കൂടുതൽ കളക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് സെലക്ട് ചെയ്തേ. കുപ്പി സെലക്ട് ചെയ്യാൻ പറഞ്ഞ പോലെ നല്ല സമയം എടുത്തിരുന്നു കേട്ടോ അവൾക്ക്. ഏതെടുക്കണ്ടേന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പൂസ് ഈ കൈ പിടിച്ചിരിക്കുന്ന ഈ കുപ്പി ഉണ്ടല്ലോ അത് അവളെടുത്തിട്ട് അവൾക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു അത് വേണ്ട, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവൾക്ക് UKG പഠിക്കുമ്പോൾ വാങ്ങിയിട്ട് ഒരു ദിവസം അവൾ കൊണ്ടിട്ടുള്ളൂ. ആ കൊണ്ടുപോയ ഫസ്റ്റത്തെ ദിവസം തന്നെ നിലത്തിട്ട് ആകെ പൊട്ടിച്ചിരുന്നത്. അതുകൊണ്ട് പിന്നെ അത് മാറ്റിയിട്ട് വേറൊരു കുപ്പി എടുത്തേ. അപ്പോഴേക്ക് പിന്നെയും ബോക്സിൻ്റെ അടുത്ത് ബോക്സ് ഇതുവരെയും തിരഞ്ഞ് സെലക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല കേട്ടോ അവൾക്ക്. പിന്നെയും തെരച്ചിലായിരുന്നു. ഏട്ടനെ കൂട്ടി കൊണ്ടുവന്നത് പുറത്തൊരു പൗച്ച് കണ്ടിരുന്നു കേട്ടോ, അത് കാണിച്ചു കൊടുക്കാനാണ്. അവൾക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമായില്ല. അവളെ കാഴ്ചപ്പാടിൽ അത് പഴയ കാലത്തെ പൗച്ചാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇറേസറും പെൻസിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ബോക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ. അങ്ങനെ എന്തായാലും തപ്പി അവസാനം അവൾക്ക് ഇഷ്ടമുള്ളൊരു ബോക്സ് കിട്ടി. ആ ബാർബീൻ്റെ ബോക്സ് ആട്ടോ അവൾക്ക് ഇഷ്ടമായത്. പിന്നെ കുട തറയല്ലായിരുന്നു കേട്ടോ. കുടയ്ക്ക് ഇപ്പോൾ അതാ നല്ലൊരു ക്യാപ്പൊക്കെ ഉള്ള കുട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് തന്നെയാണ് വാങ്ങിയത്. ഒരു ക്യാപ്പുള്ള പിങ്ക് കുടയാണ് വാങ്ങിയത്. അവളെ കാഴ്ചപ്പാടിൽ പിങ്ക് കളറുള്ളതൊക്കെ പെൺകുട്ടികളതാണ് എന്നാണ്. അതുകൊണ്ട് എല്ലാ സാധനവും അധികം പിങ്കും പർപ്പിളും ഒക്കെയാണ് അവൾ വാങ്ങുക. അപ്പോൾ അവളെ കയ്യിലുള്ള ആ കുട കേട്ടോ നമ്മൾ വാങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് അവൾ സീൽ ചെയ്യുന്ന എന്തൊരു സാധനം കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ അതും പോയി വാങ്ങി. പിന്നെ എന്താ ഷാർപ്പനർ എടുത്തില്ലായിരുന്നു, അങ്ങനെ 2 ഷാർപ്പനർ കൊടുത്തു കേട്ടോ. 2 ഷാർപ്പനറൊക്കെ ഇപ്പോൾ വാങ്ങിയാൽ മതി, കാരണം എന്തായാലും ഇത് പോകും, പിന്നെയും വാങ്ങേണ്ടി വരും. അപ്പോൾ തൽക്കാലത്തേക്കുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇങ്ങനത്തെ ഒരു പെണ്ണ് കണ്ടപ്പോൾ അവൾക്ക് അത് വേണം. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ക്യൂട്ടായിട്ടുള്ളതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതൊക്കെ വേണം. അപ്പൂസ് അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനെ വിളിച്ചിട്ട് കാണിച്ചിരിക്കുന്നത് ടൂത്ത് പിക്കിൾസ് ആട്ടോ. അപ്പയ്ക്കും മോക്കും ഇറച്ചിയോ അങ്ങനത്തെ എന്തെങ്കിലും തിന്നിട്ടുണ്ടെങ്കിൽ അപ്പം പല്ല് കുത്തണം കേട്ടോ. അങ്ങനെ എന്തായാലും അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ വാങ്ങി. ഇനി ബാഗ് വാങ്ങണം. ബാഗ് മുകളിലൊരു കട ഉണ്ട് കേട്ടോ. അവിടേക്കാണ് ഇനി ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും തോണ്ടടാ അവൾ ആകെ കൺഫ്യൂഷനായി നിൽക്കുക കേട്ടോ, ഏതാ എടുക്കണ്ടേന്ന്. ബാഗുകളെല്ലാം കൂടി കണ്ടിട്ട് അപ്പൂസിന് ഈ ബാഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല വെള്ള കളറാണ്. അതെങ്ങാനും അവൾക്ക് കൊടുത്തിട്ട് 2 ദിവസം മാത്രമേ ആ കളർ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ ദിവസം അത് നല്ല റെഡ് കളറായിരിക്കും. പിന്നെ അവളെ നോട്ട ഫുള്ളും പോവുക പിങ്കിലേക്കായിരിക്കും കേട്ടോ. പിങ്ക് ബാഗ്, പർപ്പിൾ ബാഗ് ഇതിലേക്കൊക്കെ ആയിരിക്കും പിന്നെ അവളെ നോട്ടം. അവള് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പിങ്ക് ബാഗൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തേ. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടന് ഇഷ്ടമുള്ളൊരു ബാഗും കാണിച്ചു. ഒരു കയ്യിൽ അപ്പയ്ക്ക് ഇഷ്ടമുള്ള ബാഗ്, ഒരു കയ്യിൽ മോക്ക് ഇഷ്ടമുള്ള ബാഗ് പിടിച്ചിട്ടാട്ടോ നിൽക്കുന്നത്. അങ്ങനെ രണ്ടും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. ലാസ്റ്റ് അവൾക്ക് ഇഷ്ടമായ പർപ്പിൾ ബാഗ് തന്നെ മതി എന്ന് പറഞ്ഞു. ബാഗൊക്കെ വാങ്ങിയതിന്റെ സന്തോഷത്തിൽ അപ്പൂസ് നല്ല ഓടിച്ചാടി ഇറങ്ങുന്നുണ്ടായിരുന്നു സ്റ്റെപ്പൊക്കെ. പെരുന്നാളായതുകൊണ്ട് എവിടെയും മീനില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ കക്കോടിയിലും മാളിക്കടവും ഒക്കെ നോക്കി, എവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ. ലാസ്റ്റ് എന്തായാലും ഒന്ന് കുണ്ടുപറമ്പും കൂടി പോയി നോക്കാമെന്ന് വിചാരിച്ച് കുണ്ടുപറമ്പ് വന്നപ്പോൾ എന്തായാലും അവിടെ നിന്ന് കിട്ടിയേ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് മാന്ത വാങ്ങി.
പതിവ് പോലെ പിന്നെ എന്തായാലും ഒന്ന് ബേക്കറിയിലും കയറി കേട്ടോ. എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോസിന് എന്തായാലും ബേക്കറി കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങണേ. അപ്പോൾ ഞങ്ങളിതാ 2 കോൺ ഐസ്ക്രീമും ഒരു സ്മൂത്തിയും വാങ്ങിയേ. ഓട്ടോയിൽ കയറേണ്ട താമസം അപ്പം തന്നെ ആ സ്മൂത്തി എടുത്ത് കുടിച്ചു കേട്ടോ. കഷ്ടകാലത്തിൻ്റെ ആ സ്മൂത്തി നല്ല ഫ്ലോപ്പായിരുന്നു. ഫസ്റ്റത്തെ സിപ്പ് കുടിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് തീരെ ഇഷ്ടമായില്ലേ. അപ്പോൾ എത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ.